പോയില്ലേട്ടാ റെഡി. നീ അതല്ലേ ഷൂട്ട് ചെയ്യണത്? പിന്നെ കലക്കിയത് ഷൂട്ടുകളും ഇങ്ങോട്ട് വിഷയത്തിടെ 4 ഷൂട്ടുകളും ഓണാക്കി പോയ ക്യാമറ. ഓക്കെ സ്റ്റാർട്ട്. ലക്ഷദ്വീപിലെ ജനങ്ങളെല്ലാം ഇന്ന് കണ്ടു കാണും. കണ്ട വീഡിയോ എടുത്തെല്ലാം ഒക്കെ വെട്ടിന്. അതായത് കവരത്തിയെ വടക്കേ കൈകൊണ്ട് ജട്ടിയെ വടക്കേ കൈകൊണ്ട് ഹഡ് വരി. അതായത് ഫൈസല ഭരണ കാലഘട്ടത്ത് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് ഇന്ന് ഇവിടെ ചെയ്തിരിക്കുന്നത്. ഞാൻ ചുരുക്കി പറയേണ്ടത് ഇന്ന് ചെയ്തിരിക്കേണ്ടത്. ഫൈസല ഭരണ കാലഘട്ടത്ത് മറ്റ് ഫൈസലുള്ള സമയത്ത് ഒരു ഷെഡിനും ഇവിടെ JCB വച്ചിനാണ്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ഫൈസൽ അതിനെ റദ്ദാക്കി ഈ ലക്ഷദ്വീപ് അഡ്മിനിസ്ട്രേഷനെ ഒന്നും നടപ്പാൻ കഴിയാത്ത മാതിരി ആക്കിയ ഒരു MP ആണ് നമ്മുടെ മുഹമ്മദ് ഫൈസൽ. അതിനോട് നാങ്ങൾ അഭിമാനിക്കുന്നുണ്ട്. അയാൾ മാറി, അയാൾ തോറ്റിയതാക്ക് സങ്കടമുണ്ട്. ഇന്നിവിടെ നോക്കൂ, ഇവിടെ നിലമ്പൂർ ഷാക്കിപ്പം ഇതെല്ലാം ഈ 2647 ജയിച്ചു പോയ ഈ MP ഹന്തുള്ള ഇത് കാണണ്ടെങ്കിൽ ഹന്തുള്ള ഇതെല്ലാം കാണും, ഇതെല്ലാം നിങ്ങൾ കാണും. നിങ്ങൾക്ക് കാണാൻ വേണ്ടിക്കതിന് വിട്ടിയത് അങ്ങ് എന്നിട്ടില്ല ഞങ്ങൾ ഇതിനെ വിളിക്കുക. നാളെ ഞായറാഴ്ച ഇതിനെ അസ്തമിപ്പാൻ വേണ്ടി ഇതിനെ എടുത്ത് മാറ്റണമെന്നാണ് വേൾഡ് ഓർഡർ. ഹന്തുള്ള ഇത് മനസ്സിലാക്കണം. നിങ്ങൾ മണ്ണിട്ടിരിക്കേണ്ട മത്സ്യത്തൊഴിലാളികളെ ചോറ്റിനെ ഉള്ളക്കാണ് നിങ്ങൾ മൺഭാരിയിട്ടത്. നിങ്ങൾ ഇനിയും ഇലക്ഷൻ ഫേസ് ചെയ്യാൻ വരും. അന്ന് നിങ്ങൾക്ക് ഈ ജനങ്ങൾ നിങ്ങൾക്ക് കാട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലക്ഷദ്വീപിലെ ജനങ്ങളെയും ബുദ്ധിയില്ലാത്ത ആൾക്കാരെ ഇല്ലേ. ഫൈസൽ 10 കൊല്ലം ഭരിച്ച് ഒരു പ്രതിപക്ഷം പോലും ഇല്ലാതെ അന്ന് പോലും ഞങ്ങളെ കടപ്പുറം ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടേന്. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് ഞങ്ങളെ കടപ്പുറം കൈവിട്ടുന്നത്. ഞങ്ങൾ അന്ന് അടിച്ച് കരഞ്ഞ മനുഷ്യനാണ്, അന്ന് പ്രതികരിച്ച മനുഷ്യനാണ്. തന്നെ നിങ്ങൾ എല്ലാം അറിയും. പക്ഷേ ഇന്ന് ഞാൻ ചൊല്ലിയിട്ടില്ല, എന്നെ പ്രതികരിക്കും ഇങ്ങനായാൽ. കോടതി ഞങ്ങൾക്ക് അനുകൂലമാണ്, കോടതി ഞങ്ങൾക്ക് വിധി അനുകൂലമാണ്. കോടതി പറഞ്ഞിരിക്കേണ്ടത് എന്നെന്ന് ലക്ഷദ്വീപിലെ ഫിഷർമാൻമാളെ കടപ്പുറം തൊടണമെങ്കിൽ അവളെ അനുവാദം വേണം. അവർക്ക് നല്ലൊരു സ്ഥലം കാട്ടിക്കൊടുത്ത് അവർക്ക് തൃപ്തിപ്പെട്ടിരിക്കൽ അവ മാറിയാൽ നിങ്ങൾ ഇവിടേക്ക് പോയിക്കൊള്ളുന്നതാണ് വിധി. പക്ഷേ അതിനെ മറികടന്നുകൊണ്ട് അഡ്മിനിസ്ട്രേഷനെ കൂടെ ഹന്തുള്ളയും കൂട്ടു നിന്നുകൊണ്ടാണ് ഇതെല്ലാം ചെയ്യേണ്ടത്. ഹന്തുള്ള അറിയാതെ ചെയ്യേണ്ടതില്ലേ, ഹന്തുള്ള അറിഞ്ഞുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യിക്കേണ്ടതാണ്. അതിനും ഫൈസല ഭരണകാലഘട്ടത്ത് അഡ്മിനിസ്ട്രേഷന് ചെയ്യാൻ കഴിയാത്ത കാര്യം അതുകൊണ്ടാണ് ഫൈസല 2 വിമാനത്തിൽ കൊണ്ടുപോയി ജയിലിൽ കെട്ടി. ഇന്ന് ഫൈസല നിങ്ങൾ തോപ്പിച്ച പാടും ഇവിടെ എല്ലാം മത്സ്യത്തൊഴിലാളികളുമില്ലേ, ബാക്കിയുള്ളി നാം പറയുന്നുണ്ടല്ലോ തിന്നകരയും ബംഗാരോ. അപ്പം എല്ലാം നശിപ്പിച്ച് താർമാൻ ആക്കിക്കൊണ്ടിരിക്കേണ്ടതാണ്. നിങ്ങൾ ഒരു മുത്തുമക്കളെ നിങ്ങളെ കൂടെ വോട്ടിടുക, നിങ്ങളെ കൂടെ ഇലക്ഷനും മുന്നേ ഞാൻ ചൊല്ലീനെ, നല്ലോണം ആലോചിച്ചൊരു വോട്ട് കൊടുക്കണമെങ്കിൽ 5 കൊല്ലം നമുക്ക് തരണം ചെയ്ത് പോകേണ്ട കാര്യമാണ്. നിങ്ങളത് കേട്ടില്ല, അനുഭവിക്കേണ്ടത് നിങ്ങളെല്ലാം വോട്ട് ഇട്ട് ജയിപ്പിച്ചുകൊണ്ട് ഇവിടെയുള്ള ഞാൻ ചൊല്ലി കേട്ടില്ല. മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ അനുഭവിക്കേണ്ടത്. മത്സ്യത്തൊഴിലാളികൾ മാത്രമല്ല, തിന്നകര ഉരുവിലാത്ത് ബംഗാരം ഉരുവിലാത്ത് ആക്കത്തി വേറെ എല്ലാം നശിപ്പിച്ചുകൊണ്ട് അറിയണ്ടേ. അത് മാത്രമല്ല, ശനിയാഴ്ച ഞായറാഴ്ച ഇത് കലക്കാൻ തന്നെ ശനി ഞായർ, അതായത് കോടതി വിധിയെ ലംഘിച്ചുകൊണ്ടാണ് ഈ കലക്കൽ നടന്നിരിക്കേണ്ടത്. അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടാത്ത ഫലങ്ങളാണ് ഇന്നും ഉള്ളത് ലക്ഷദ്വീപിലെ മത്സ്യത്തൊഴിലാളികൾ അനുഭവിക്കേണ്ടത്. അതായത് നീതി ഉണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനത്തെ പണി ചെയ്യാൻ പാടില്ലേ. കേട്ടിയാ, അത് വെട്ടിത്തുറന്ന് പറയാൻ നാക്ക് ആരെയും പേടിയില്ലേ. ജനിച്ചിരിക്കുന്നാ മരിക്കും, നാക്ക് ഒരാളെയും പേടിയില്ല. അതായത് നാം ഒരു മത്സ്യത്തൊഴിലാളിയാണ്. ഇന്ന് നാം കടലിട്ട് പന്നി ഇളിഞ്ഞേരം കണ്ട കാഴ്ചയാണിത്. സൂര്യൻ കൊണ്ട് വന്നതാണ്. മക്കൾ വിളിച്ചപാട് ഫോൺ വിളിച്ചപാട് നാം സൂര്യൻ വക്കൽ നിർത്തിയച്ചും ഇവിടെ കോടി പന്നി എത്തിയപാടും പന്നി കണ്ട കാഴ്ചയാണിത്. നിങ്ങൾ കാണണ്ടേലി, ഇതെല്ലാം വിട്ടേ നിങ്ങൾ കാണണ്ടേലി. ഒരു ബോട്ട് അടിച്ചു വച്ചിന്, ഇതിനി എങ്ങനെ എടുക്കും? മരത്തിന് ബോട്ട് എങ്ങനെ ഏറ്റിക്കൊണ്ട് പോകും? കേട്ടിയാ, ഒരു ബോട്ട് അടിച്ചു വച്ചിന്, ഇതെല്ലാം പണി തീരാത്ത ബോട്ടുകളാണ്. അപ്പം ഞങ്ങൾ ഇനി എങ്ങനെ ജീവിക്കും കൂടെ നിങ്ങൾ ചൊല്ലിത്താ. ഈ ഹന്തുള്ള എന്നുണ്ട വ്യക്തി ജയിച്ചു പോയി ആകെയായ ഒരു 6 മാസം കാണും. അതിനുള്ളിൽ ഇങ്ങനെയെങ്കിൽ മുത്തുമക്കളെ ഈ 4.5 കൊല്ലം കൂടി പൂർത്തീകരിക്കേണ്ടതൊക്കെ നമ്മാരെങ്കിലും ഇവിടെ ഉണ്ടാകുക. ഇങ്ങനെ ഇപ്പോക്ക് പോയെങ്കിൽ നമ്മാരെങ്കിലും ഇവിടെ ഉണ്ടാകുക. ഇങ്ങനെ ആയെങ്കിൽ ഇങ്ങനെ ചൊല്ലൂ. ആ പരമാർത്ഥി ഫൈസൽ എത്ര വന്നാലും മുത്തുമക്കളെ 10 കൊല്ലം ഒരു പ്രതിപക്ഷവും ഇല്ലാഞ്ഞ്, എന്നിട്ട് പോലും പരമാർത്ഥി എതിർത്ത് നിന്നും ഞങ്ങളെല്ലാം കാത്തു രക്ഷിച്ച മനുഷ്യനാണ്. കേട്ടിയാ,
ഇപ്പം നോക്കൂ കാത്തു രക്ഷിപ്പാൻ ആരുണ്ട് 2647 എവടി മുത്തുമൂനെ ഹന്തുള്ള ഇത് കാണണ്ടെങ്കിലില്ലേ കുഞ്ഞ് പറയണ്ടില്ല കുഞ്ഞ് റങ്ങണ്ടി കൂടെയുള്ളതെല്ലാം ഫോൺ വിളിച്ചാൽ എടുപ്പേല പോലെ എന്നാ മുത്തുമൂന്ന് റങ്ങണ്ടി ഇതെല്ലാം കണ്ടോണ്ട് ഞങ്ങൾക്ക് ഇറങ്ങുവാൻ കഴിയാമൂനെ കുഞ്ഞ് എന്നെക്കാൾ ഇളയതാണ് അന്നാലും ഞാൻ പറയണ്ടേ വളരെ സങ്കടം കൊണ്ട് ഹന്തുള്ള എന്തെങ്കിലും ചെയ്യാൻ കഴിയുങ്ങൾക്ക് കുഞ്ഞ് ഒന്ന് ചെയ്താ എന്നറിയുക നിങ്ങൾ ലക്ഷദ്വീപിളെ MP ആയിപ്പോലി ഇനി 4.5 കൊല്ലം ഞങ്ങൾക്ക് നിങ്ങളെ യാചയായ കഴിയുക ഞങ്ങൾക്ക് ജീവിച്ചുകൊണ്ടേലി കടൽ കരയില്ലെങ്കിൽ പിന്നെ കടൽ വോട്ട് കെട്ടിയിട്ട് കാര്യം തന്നെ ഹന്തുള്ള കരയില്ലെങ്കിൽ കടൽ വോട്ട് കെട്ടിയിട്ട് കാര്യം കൊണ്ടായില്ലേ നിയമലംഘനമാണ് ഇവിടെ നടന്നിരിക്കേണ്ടത് ഇക്കവരത്യമാണ് ഇന്ന് നടന്നിരിക്കേണ്ടത് നിയമലംഘനമാണ് കേട്ടിയാ കോടതിയെ പോലും ധിക്കരിച്ചുകൊണ്ടാണ് ഇത് നടത്തിയിരിക്കേണ്ടത് പട്ടാളക്കാരിലെ നിപ്പിച്ച് ഇതെല്ലാം കലക്കി അറിയിച്ച ദൃശ്യങ്ങളാണ് ഇത് കാണണ്ടേ നിങ്ങൾക്ക് പട്ടാളക്കാരിലെ നിപ്പിച്ചുകൊണ്ടാണ് ഇതെല്ലാം കലക്കിയെടുത്ത് ഞങ്ങൾക്ക് വിചാരമാക്കി ഒരു വാക്ക് സംസാരിക്കാൻ വിടുവരെ ഇവിടെയുള്ള പോലീസ് വരെ ഇവിടെ SI വരെ ഒരു വാക്ക് ഞങ്ങളെ ഉച്ചരിപ്പാൻ വിടുവല്ലേ എന്നും പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് വേറെ രാജ്യത്തിലാകുമോ ഞങ്ങൾ ഇന്ത്യക്കാരെ ഇല്ലേ വേറെ ഉള്ള ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഇന്ത്യക്കാരെ ഇല്ല സ്വാതന്ത്ര്യം കിട്ടിയില്ലാങ്ങോ അപ്പം ഈ അധികാരികളെല്ലാം കൂടി ചേർന്ന് ഞങ്ങളെ ഇന്ന് ദ്രോഹിച്ചതാണ് ഈ കാഴ്ച നിങ്ങൾ കണ്ടു കേട്ടിയാ ഇത് ഇനി പറയും ഏത് നോക്കണ്ട